ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാശ്മീരി ഷേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കാശ്മീരി ഷേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റൈസിൻസ് തന്നെ എടുക്കണം കേട്ടോ, ബ്ലാക്ക് വേണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഒരു 10-12 ഡേറ്റ്സ് ആണ്. നല്ല ഇനം ഡേറ്റ്സ്, കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സ് ആണ് കേട്ടോ. 2.5 ടീസ്പൂണോളം ഹോർലിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണേ. ഇവിടെ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ബെറ്റർ. നാടൻ പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ കാച്ചിയിട്ട് തണുപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു സർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാവുന്നതാണ്. എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള കാശ്മീരി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഷേക്കാണ്. അതേസമയം വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ആ കുട്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.